പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് NIOS അഥവാ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂൾ എന്ന് പറയുന്ന ബോർഡിൻ്റെ +2 പാസ്സായ പല വിദ്യാർത്ഥികളും പല ഉപരിപഠനത്തിന് പോകുന്ന സമയത്തും അതേപോലെ PSC മുഖേന ജോലിയുടെ ആവശ്യാർത്ഥം അതേപോലെ കേട്ടറ്റൊക്കെ എഴുതി പാസ്സായൊക്കെ കഴിഞ്ഞാൽ പലപ്പോഴും വിദ്യാർത്ഥികൾ കേരള ഹയർ സെക്കൻഡറി ബോർഡിൽ നിന്ന് ഈക്വലൻസി കിട്ടുന്നതിനെ പറ്റി ചോദിക്കാറുണ്ട്. അതിൽ പലർക്കും ഉണ്ടാകുന്ന പല സംശയങ്ങളും ഞാൻ NIOSൻ്റെ +2 പാസ്സായ ശേഷം ഡിഗ്രിക്ക് ഇന്ന യൂണിവേഴ്സിറ്റിയിൽ കേരള യൂണിവേഴ്സിറ്റിയോ കാലിക്കറ്റോ MGO ഇങ്ങനെ പല യൂണിവേഴ്സിറ്റികളിൽ പഠിച്ചു, അപ്പോൾ അന്ന് കിട്ടിയ സർട്ടിഫിക്കറ്റ് പോരെ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട്. ഇപ്പോൾ NIOS എന്ന് പറയുന്ന ബോർഡിൻ്റെ +2 കേരള +2ന് തുല്യമായിട്ട് അംഗീകരിക്കണമെങ്കിൽ കേരള ഹയർ സെക്കൻഡറി ബോർഡിൽ നിന്ന് ഒരു ഈക്വലൻസി വാങ്ങണം. അത് സാധാരണ രീതിയിൽ ആദ്യം തന്നെ കുട്ടികൾ വാങ്ങി വെക്കണം എന്നൊന്നും നിർബന്ധമില്ല. എങ്കിൽ പോലും നമ്മൾ റാങ്ക് ലിസ്റ്റിൽ വന്ന് PSC മുഖേന റാങ്ക് ലിസ്റ്റിൽ വന്ന് സർട്ടിഫിക്കറ്റ് പരിശോധിക്കുന്ന സമയത്ത് നമ്മൾ ഈക്വലൻസി സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടി വരും. കാരണം PSCൻ്റെ ഒരു നോട്ടിഫിക്കേഷനിൽ എക്സാമ്പിൾ ഒരു CPO സിവിൽ പോലീസ് ഓഫീസർ ഒരു നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അതിൽ കൊടുത്തിരിക്കുന്ന യോഗ്യത കേരള ഹയർ സെക്കൻഡറി +2 വിജയം അല്ലെങ്കിൽ തത്തുല്യം. അതാണ് ഈ തത്തുല്യമാണ് നമ്മുടെ ഈക്വലൻസി സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളത് ഇതിന് തത്തുല്യമാണെന്ന് തെളിയിക്കാൻ വേണ്ടി NIOSൻ്റെ സർട്ടിഫിക്കറ്റ് കേരള ഹയർ സെക്കൻഡറി ബോർഡിൽ നിന്ന് ഈക്വലൻസി സർട്ടിഫിക്കറ്റ് നമ്മൾ വാങ്ങിക്കൊടുക്കണം. അതേസമയം NIOSൻ്റെ +2 പഠിച്ചൊരു വ്യക്തിക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഒരു ഡിഗ്രി ചെയ്യണമെന്നുണ്ടെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റാണ് വാങ്ങേണ്ടത്. എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ എഴുതുക എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് ഓൺലി, അതായത് ഉപരിപഠനത്തിന് മാത്രമെന്ന് കൃത്യമായിട്ട് ആ സർട്ടിഫിക്കറ്റിൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ടാവും. അത് വെച്ച് നമുക്ക് PSCക്ക് കൊടുക്കാൻ പറ്റില്ല. അതേപോലെ തന്നെ നമുക്കൊരു DLED കോഴ്സ്, പഴയ TTC കോഴ്സാണ് ഇപ്പോൾ DLED എന്നറിയപ്പെടുന്നത്. ഒരു DLED കോഴ്സ് ചെയ്യണമെങ്കിൽ നമ്മൾ കേരള ഹയർ സെക്കൻഡറി ബോർഡിൻ്റെ ഈക്വലൻസി സർട്ടിഫിക്കറ്റ് വാങ്ങണം. നിർബന്ധമായിട്ടും നമ്മൾ കേരള ഹയർ സെക്കൻഡറി ബോർഡിൻ്റെ ഈക്വലൻസി വാങ്ങണം. അങ്ങനെ നമ്മുടെ ആവശ്യമെന്തോ അതിനനുസൃതമായിട്ടാണ് ഇത് വാങ്ങേണ്ടത്. അപ്പോൾ പലരും വിചാരിച്ചിരിക്കുന്നത് ഈ യൂണിവേഴ്സിറ്റീൻ്റെ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് ഈക്വലൻസി വേണ്ട 2 1 2 1 2 2. ഇനി എന്തൊക്കെയാണ് കേരള ഹയർ സെക്കൻഡറി ബോർഡിൽ നിന്ന് നമുക്ക് ഒരു ഈക്വലൻസി സർട്ടിഫിക്കറ്റ് കിട്ടാനുള്ള ക്രൈറ്റീരിയ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, +2 പാസ്സാകുമ്പോൾ നമുക്ക് 2 ലാംഗ്വേജ് നിർബന്ധമായിട്ട് വേണം. 2 ഭാഷാ വിഷയങ്ങൾ പഠിച്ചിരിക്കണം. നേരത്തെയൊക്കെ ആണെങ്കിൽ NIOSന് ഒരു ഇംഗ്ലീഷും പിന്നെ സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദി ആയിരുന്നു ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ആണെങ്കിൽ വളരെ മാറ്റങ്ങൾ ആ മേഖലയിലൊക്കെ വന്നിട്ടുണ്ട്. അതായത് മലയാളം ഉൾപ്പെടെയുള്ള സെക്കൻഡ് ലാംഗ്വേജ് ഉണ്ട്. മലയാളം, സംസ്കൃതം, അറബി ഇങ്ങനെയൊക്കെയുള്ള ഇതിലേതെങ്കിലും ഒരു ഉപഭാഷ, ഒരു ഇംഗ്ലീഷും ഒരു സെക്കൻഡ് ലാംഗ്വേജും നമുക്ക് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ അവരുടെ കണ്ടീഷൻസിൽ ഒരു വിചിത്രമായൊരു കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 19 വയസ്സ് പൂർത്തിയായാൽ മാത്രമേ ഇതിന് അപേക്ഷിക്കാൻ പറ്റുള്ളൂ എന്നാണ്. അതിൻ്റെ അർത്ഥം കുട്ടികൾ പാസ്സാകുമ്പോൾ 19 വേണം എന്നല്ല എന്നാണ് ഹയർ സെക്കൻഡറിൻ്റെ ഓഫീസിൽ നിന്ന് നമുക്കറിയാൻ കഴിഞ്ഞത്. നമ്മളിതിന് അപേക്ഷിക്കുന്ന സമയത്ത് മിനിമം 19 വയസ്സെങ്കിലും വേണം. മുകളിലേക്ക് എത്ര വയസ്സായാലും കുഴപ്പമില്ല. പിന്നെ നമ്മൾ ഇതെങ്ങനെയാണ് അപേക്ഷിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഓൺലൈനായിട്ടുള്ള അപേക്ഷയൊന്നും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. ഞാൻ ഈ വീഡിയോ തയ്യാറാക്കുന്ന അന്ന് വരെ സ്വീകരിച്ചിട്ടില്ല. നമുക്ക് 200 രൂപയുടെ ചലാനായിരുന്നു. അതിലും ഇനിയും പുതിയ സർക്കാരൊക്കെ വന്നപ്പോൾ അതിൽ മാറ്റങ്ങൾ എന്തെങ്കിലും വന്നിട്ടുണ്ടോയെന്ന് ഇതുവരെ അറിവായിട്ടില്ല. നമുക്ക് 200 രൂപയുടെ ചലാൻ ഏതെങ്കിലും ട്രഷറിയിൽ നിന്ന് വഴി ചലാൻ എടുത്തിട്ട് ആ ചലാൻ്റെ കോപ്പിയും പിന്നെ നമ്മുടെ SSLC ബുക്കിൻ്റെ സെൽഫ് അറ്റസ്റ്റ് ചെയ്ത ഫോട്ടോ കോപ്പിയും അതുപോലെ നമ്മുടെ +2 സർട്ടിഫിക്കറ്റിൻ്റെ NIOSൻ്റെ +2 സർട്ടിഫിക്കറ്റിൻ്റെ സെൽഫ് അറ്റസ്റ്റ് ചെയ്ത കോപ്പിയും ഉൾപ്പെടെ നമ്മളൊരു കവറിൽ അവർക്ക് അയച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. കേരള ഹയർ സെക്കൻഡറി ബോർഡിലേക്ക് അയച്ചു കൊടുക്കുകയാണ് വേണ്ടത്. നേരത്തെയൊക്കെ നമുക്ക് അവർ രജിസ്റ്റേർഡ് പോസ്റ്റായിട്ട് അയക്കുകയായിരുന്നു ചെയ്യുക. ഇപ്പോൾ നമ്മുടെ മെയിൽ ID നമുക്ക് ഈക്വലൻസി സർട്ടിഫിക്കറ്റ് അയച്ചു തരികയാണ് ചെയ്യുന്നത്. സാധാരണ രീതിയിൽ അധികം താമസം വരാറില്ല. എന്നാലും വളരെ പെട്ടെന്നൊക്കെ ആവശ്യമുള്ളവർ നേരിട്ട് പോയി അപേക്ഷ കൊടുക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഒരുപാട് അപേക്ഷകൾ കെട്ടിക്കിടക്കുന്നതുകൊണ്ട് ചിലപ്പോൾ സ്വാഭാവികമായിട്ടുള്ള താമസം ഉണ്ടായേക്കാം.
ഇനി അതല്ല നമുക്ക് യൂണിവേഴ്സിറ്റികളിലെ ഈക്വലൻസി എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് എടുക്കാനാണെങ്കിൽ നമുക്ക് ഡിഗ്രിക്ക് പോകണമെങ്കിൽ അല്ലെങ്കിൽ മറ്റ് വേറെ ഉപരിപഠനത്തിനൊക്കെ യൂണിവേഴ്സിറ്റി തലവുമായി ബന്ധപ്പെട്ട ഉപരിപഠനത്തിന് പോകണമെങ്കിൽ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് വേണം. എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് നമുക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ പറ്റുന്നുണ്ട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് ഒക്കെ ഓൺലൈനാണ്. അത് നമുക്ക് 500 രൂപയുടെ ചലാൻ അടച്ചു കഴിഞ്ഞാൽ നമ്മുടെ മെയിലിലേക്ക് അയച്ചു തരികയാണ് ചെയ്യുന്നത്. അപ്പോൾ പ്രധാനമായിട്ടുള്ള വ്യത്യാസം മനസ്സിലാക്കേണ്ടത് എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് യൂണിവേഴ്സിറ്റി തരുന്ന എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റിൽ എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്ന് മാത്രമായിരിക്കും മെൻഷൻ ചെയ്യുക, ഉപരിപഠനത്തിന് വേണ്ടി മാത്രം. എന്നാൽ ആ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ DLED കോഴ്സിനൊക്കെ ആ സർട്ടിഫിക്കറ്റ് പോരാ, അതിന് കേരള ഹയർ സെക്കൻഡറി ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റ് തന്നെ വേണം. ഇതാണ് പ്രധാനമായിട്ടും പറയാനുള്ളത്. NIOSൻ്റെ +2 സബ്ജക്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. നേരത്തെയൊക്കെ ഒരുപാട് സ്ഥാപനങ്ങൾ ഇതിനെപ്പറ്റി കൃത്യമായിട്ട് അറിയാതെ ഒരു ഇംഗ്ലീഷ്, ഒരു മലയാളം, പിന്നെ ഒരു ഹിസ്റ്ററി, പിന്നെ കൊടുക്കുന്നത് ഒരു അക്കൗണ്ടൻസി ആയിരിക്കും, പിന്നെ അല്ലെങ്കിൽ ഹോം സയൻസ്, ഇങ്ങനെ മിക്സ് ചെയ്ത് സബ്ജക്റ്റ് കൊടുക്കുമായിരുന്നു. ഇപ്പോൾ കേരള ഹയർ സെക്കൻഡറി കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് കേരള +2നോട് കറസ്പോണ്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റുകളായിരിക്കണം. 5 സബ്ജക്റ്റ് തന്നെ മതി. ഇതുവരെ 5 സബ്ജക്റ്റ് തന്നെ മതി. ഇതുവരെ 6 സബ്ജക്റ്റ് വേണമെന്നുള്ള നിർബന്ധങ്ങളൊന്നും വന്നിട്ടില്ല, അതിൻ്റെ നിയമങ്ങളൊന്നും വന്നിട്ടില്ല. 5 സബ്ജക്റ്റ്, 2 ലാംഗ്വേജ്, 3 സബ്ജക്റ്റ് മതി. പക്ഷേ ഈ 3 സബ്ജക്റ്റ് എടുക്കുമ്പോൾ തീർച്ചയായിട്ടും കേരള ഹയർ സെക്കൻഡറി ബോർഡിനോട് കറസ്പോണ്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് തന്നെ എടുക്കണം. പരമാവധി ഇപ്പോൾ ഒരു ഹ്യൂമാനിറ്റീസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ ഇംഗ്ലീഷ്, മലയാളം, ഹിസ്റ്ററി, സോഷ്യോളജി, പൊളിറ്റിക്കൽ സയൻസ് ആ രീതിയിൽ എടുത്തു പോവുക. ഇനി നമുക്ക് കൊമേഴ്സ് ആണെങ്കിൽ നിർബന്ധമായിട്ടും നമുക്ക് ഇംഗ്ലീഷ്, മലയാളം, ബിസിനസ് സ്റ്റഡീസും അക്കൗണ്ടൻസിയൊക്കെ അതിൽ കൃത്യമായിട്ട് ഉൾപ്പെടുത്താൻ എന്തായാലും ഓർക്കുക. 5 സബ്ജക്റ്റ് നമുക്ക് എടുക്കേണ്ടത്. അതുപോലെ സയൻസ് ഗ്രൂപ്പിന് ഇപ്പോൾ ഇംഗ്ലീഷ്, മലയാളം, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നഴ്സിംഗ് പോലുള്ള കോഴ്സുകൾക്ക്, പാരാമെഡിക്കൽ കോഴ്സുകൾക്കൊക്കെ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ സബ്ജക്റ്റൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ നല്ല എക്സ്പീരിയൻസ്ഡ് ആയ സ്ഥാപനത്തിൽ നിന്ന് അഡ്മിഷൻ എടുത്ത് അവരോട് കൃത്യമായിട്ട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയ ശേഷം നിങ്ങളെ സബ്ജക്റ്റ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ദയാവിഷനെ സംബന്ധിച്ച് ഏകദേശം 15 വർഷമായിട്ട് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ്. കേരളത്തിലെ തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെയുള്ള എല്ലാ ജില്ലകളിൽ നിന്നും നമുക്ക് ഇതുവരെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ NIOSൻ്റെ +2 ദയാവിഷൻ മുഖേന പാസ്സായിട്ടുണ്ട്. അതേപോലെ പല വിദ്യാർത്ഥികളും ഞങ്ങളോട് ചോദിക്കാറുണ്ട്, മറ്റ് ബോർഡുകൾ വേറെ പുതിയ ബോസെ പോലുള്ള ചില ബോർഡുകളൊക്കെ വന്നിട്ടുണ്ട്, അതൊക്കെ കൊടുക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷേ ഞങ്ങൾ ഇതുവരെ അങ്ങനെയുള്ള പ്രോഗ്രാമുകളൊന്നും ഞങ്ങൾ കൊടുക്കലില്ല. കാരണം ഇവിടെ കേരള PSC അംഗീകരിക്കുന്ന കോഴ്സുകൾ മാത്രമേ ഞങ്ങൾ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ദയാവിഷനോട് നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട കോഴ്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും +2 ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ, ഇനി +2 കഴിഞ്ഞ് ഡിഗ്രിക്കൊക്കെ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഓൺലൈനായിട്ടും ഡിസ്റ്റൻസായിട്ടൊക്കെ ഡിഗ്രിയൊക്കെ ഞങ്ങൾ വഴി പഠിക്കാൻ ഞങ്ങൾ ഓൺലൈൻ ക്ലാസ്സൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഉപരിപഠനവുമായി ബന്ധപ്പെട്ട് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. ഓക്കേ.